നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി വൻ തോൽവിയിലേക്ക് മുതലക്കൂപ്പ് കുത്തിയിരിക്കെ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി എത്തിയിരിക്കുകയാണ് സമസ്തയുടെ മുഖപത്രം. ഇടതു സർക്കാരിന് ജനങ്ങളിട്ട മാർക്ക് എന്ന മുഖപ്രസംഗത്തിൽ സമസ്തയിൽ നിന്നും സർക്കാർ പ്രതീക്ഷിക്കാത്ത വിമർശനങ്ങളാണ് സുപ്രഭാതം ഉന്നയിക്കുന്നത്. കുറച്ചു കാലമായി CPM-മായി അടുപ്പം തുടരവെയാണ് പതിവിൽ നിന്നും വിഭിന്നമായി സമസ്തയുടെ മുഖപത്രം രംഗത്ത് വരുന്നത്. അതേസമയം ലീഗിനെ പ്രശംസിച്ചു എന്നതും ശ്രദ്ധേയം. ഇടതുമുന്നണിയെ വിജയിപ്പിക്കണം എന്ന ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് പരസ്യം സുപ്രഭാതം 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചത് വിവാദമായിരുന്നു. ഇതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നപ്പോൾ പരസ്യം നൽകിയത് സമസ്ത ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. സമസ്തയിലെ ലീഗ് എതിർപ്പിന്റെ ശക്തി കുറയുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ തന്നെയാണ് ലീഗിനെ പ്രശംസിച്ചുകൊണ്ട് മുഖപത്രം തന്നെ രംഗത്ത് വരുന്നതും. ഇടതു ഭരണത്തിലും CPM-ലും ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന വിശ്വാസത്തിൽ വലിയ ഇടിവ് സംഭവിച്ചുവെന്ന് പത്രം ചൂണ്ടിക്കാണിക്കുന്നു. ജനമനസ്സുകളിൽ നിന്നാണ് LDF പിഴുതെറിയപ്പെട്ടത്. ഇത് വിശകലന വിധേയമാക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിൽ തുടങ്ങി SFIയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി പറയാവുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തരഫലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം എഴുതിയ വിധി, സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. UDF-ന് ആത്മവിശ്വാസവും പ്രതീക്ഷയും പകരുന്നതാണ് ഈ ജനവിധി. 18 എന്ന വലിയ സംഖ്യയാണ് UDF അക്കൗണ്ടിൽ. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന് കരുത്തു പകരുന്നതാണ് ഈ എണ്ണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയവും. ഇത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് നവോന്മേഷത്തിന് ഇടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ വിജയവും എടുത്തു പറയേണ്ടതാണ്. സുപ്രഭാതം എഡിറ്റോറിയൽ ഇങ്ങനെയാണ്: 2019-ന് സമാനമായി LDF-ന് ഇക്കുറിയും ലഭിച്ചിരിക്കുന്നത് ഒരു സീറ്റ് മാത്രമാണ്. സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയാത്തതിലേറെ വോട്ട് വീതത്തിലുണ്ടായ കുറവാണ് CPM-നെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ മാറ്റത്തിന്റെ സൂചനയായി കണക്കാക്കാം. 2019-ൽ സമാന തിരിച്ചടിയുണ്ടായപ്പോൾ എന്റെ ശൈലിയാണ്, അതിന് മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞ പിണറായി തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുമെന്ന് പറയുന്നത് പരാജയത്തിന്റെ മുറിവാഴത്തിൽ നിന്ന് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ ദിശമാറ്റത്തിന്റെ ആശങ്കയുടെ തിരിച്ചറിവിൽ നിന്ന് കൂടിയാണ്. തൊഴിലാളി പാർട്ടിയായ CPM എത്രമാത്രം സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന മറ്റൊരു പാഠം. തുടർച്ചയായി സർക്കാരും CPM-ഉം എടുക്കുന്ന ജനവിരുദ്ധ നിലപാടുകളും നയങ്ങളും അതിരൂക്ഷമായ വിമർശനങ്ങൾക്ക് കഴിഞ്ഞ കുറെ നാളുകളായി ഇടയാക്കിയിരുന്നു. ജനഹിതം എതിരാണെന്നറിഞ്ഞിട്ടും അതേ നയങ്ങൾ തുടരാനായിരുന്നു സർക്കാർ ശ്രദ്ധ ചെലുത്തിയത്. അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിന്റെയും വക്താക്കളായി ഒരു മറയുമില്ലാതെ CPM നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും നിറഞ്ഞാടിയതിന് ജനങ്ങൾ എന്ന വിധികർത്താക്കളിട്ട മാർക്കാണ് ഈ ഒറ്റ സംഖ്യ. ഒരു കാലത്ത് കേരള മാതൃകയായിരുന്നു പൊതുജനാരോഗ്യം, പൊതുവിതരണ ശൃംഖല, വിദ്യാഭ്യാസം. എല്ലാം കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങിയില്ല. മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരത്തിന്റെ ചുമതലയെങ്കിലും പോലീസ് രാജിൽ സംസ്ഥാനത്തെ പൗരാവകാശം വരെ ചവിട്ടിയിറക്കപ്പെട്ടു. മുറവിളികൾ ഏറെ ഉയർന്നിട്ടും മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി സർക്കാരിന്റെ ഉറക്കം കെടുത്തിയില്ലെന്നത് വിദ്യാർത്ഥി വഞ്ചനയുടെ നേർസാക്ഷ്യമായി. ഇതിനെല്ലാം പുറമെ തുടർഭരണം നൽകിയ അധികാര ധാർഷ്ട്യം പ്രാദേശിക CPM നേതാക്കളെ പോലും സാധാരണക്കാരിൽ നിന്നകറ്റി. 4000 കോടിയോളം രൂപയുടെ നികുതിയാണ് അധികമായി ചുമത്തിയത്. പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയ 2 രൂപ സെസ് തുടർന്നു. കെട്ടിട നിർമ്മാണ മേഖലയിലെ നികുതിയും ഫീസുകളും ഗണ്യമായി വർദ്ധിപ്പിച്ചു. ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി. കരുവന്നൂരടക്കമുള്ള സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക തട്ടിപ്പുകളിൽ പാർട്ടി നേതാക്കൾ തന്നെ പ്രതികളായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം വിദേശയാത്രകൾ നടത്തിയതും വിമർശിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെയും CPM ഗൗരവമായി കണ്ടില്ല. ഇതിനെല്ലാം സാധാരണക്കാരുടെ ജനാധിപത്യപരമായ പ്രതിഷേധം തന്നെയാണ് ഈ വിധിയെഴുത്ത് എന്ന പാഠം ഇടതുമുന്നണി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ചില ആപൽ സൂചനകളും ഈ വിധിയെഴുത്തിലുണ്ടായി. സംഘപരിവാർ ശക്തികളെ എക്കാലവും അകറ്റി നിർത്താനുള്ള ആർജവം മതേതര കേരളം പുലർത്തി പോന്നിരുന്നു. ഇക്കുറി തൃശൂരിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ജയം ഇതിന്റെ തിരുത്താണെന്ന് വിലയിരുത്തുന്നവരുണ്ട്. BJP വിജയത്തിൽ ആരോപണങ്ങളുമായി LDF-ഉം UDF-ഉം രംഗത്ത് വന്നിട്ടുണ്ട്. നിജസ്ഥിതി പുറത്തു വരണം. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.